കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അതായത് പാലക്കാട്, ചേലക്കര, വയനാട്, BJPയുടെ വമ്പൻ പരാജയം. ഞാൻ ഒരിക്കലും അത് വോട്ടിൻ്റെ പെർസെൻറ്റേജ് കൂട്ടി അതൊരു വലിയ അച്ചീവ്മെൻ്റായിട്ട് 1% പോലും അച്ചീവ്മെൻ്റായിട്ട് കരുതുന്നില്ല. എലക്ഷന് മത്സരിക്കുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടുകയല്ല, എലക്ഷനിൽ വിജയിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് തന്നെ എടുക്കാം. അപ്പം ഞാൻ അവിടെയുള്ള പല ആളുകളോടും സംസാരിച്ച സമയത്ത് അപ്പോൾ അവർ പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. BJPയുടെ കേഡേഴ്സ്, അതായത് പാലക്കാട് അവരുടെ എലക്ഷൻ പ്രചരണ രംഗത്ത് പല ആളുകളോടും, അതായത് അവരുടെ തന്നെ കാൽക്കുലേഷൻ്റെ അകത്ത് പല ആളുകളോട് നേരിട്ട് പോയി വോട്ട് ചോദിക്കാനോ വീട് കയറി കേഡർ സ്വഭാവത്തിൽ അവരെ വോട്ട് പറഞ്ഞ് മനസ്സിലാക്കാനോ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. അത് എലക്ഷന് മത്സരിക്കുക എന്നുള്ളത് മാത്രമല്ല, എലക്ഷനിൽ എങ്ങനെ ക്യാമ്പയിൻ ചെയ്യും അത് പഠിക്കേണ്ടത് ബേസിക്കലി അത് കേരളത്തിൽ തന്നെ പഠിക്കണം. അതായത് CPM എങ്ങനെ ചെയ്യുന്നു, കോൺഗ്രസ് പാർട്ടി എങ്ങനെ ചെയ്യുന്നു, അത് പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. പിന്നെ രണ്ടാമത്തൊരു പോയിന്റ് ഞാൻ പാലക്കാട് കാണുന്നത്, ഈ പാലക്കാടുള്ള ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു. അതാണ് എൻ്റെ ഒരു സൂചന അനുസരിച്ച്. പക്ഷേ BJPയുടെ നേതൃത്വം, അവർ തമ്മിലുള്ള തമ്മിലടിയും ബഹളവും, അതുമല്ല പ്രോപ്പറായിട്ടൊരു ലീഡർഷിപ്പിൻ്റെ വലിയൊരു ക്വാളിറ്റി ഇല്ലായ്മയും BJPക്ക് വോട്ട് നേടാൻ കഴിഞ്ഞില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, BJPക്ക് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ, അതായത് മുനിസിപ്പാലിറ്റിയിലെ വോട്ടേഴ്സ്, ഇപ്രാവശ്യം ഒരു UDFന് അനുകൂലമായിട്ടും കുറച്ച് വോട്ടുകൾ LDFന് അനുകൂലമായിട്ടും ചെയ്തു. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് നമ്മൾ അത് പഠിക്കേണ്ട വിഷയമാണ്. അതായത് ഞാൻ പറയുന്ന പാലക്കാട് BJP ഹിമാലയൻ തോൽവിയാണ് ഉണ്ടായത്. ചെറിയ തോൽവി ഒന്നുമല്ല ഉണ്ടായത്. ഹിമാലയൻ രീതിയിലുള്ള ബ്ലണ്ടർ കാണിച്ചിട്ട് അവർ തന്നെ തോൽവി ഏറ്റുവാങ്ങി. അതിനകത്ത് കോൺഗ്രസ് പാർട്ടിയോ സന്ദീപ് വാര്യറോ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒറ്റ കാരണമുണ്ട്, BJPയുടെ ലീഡർഷിപ്പ് പൂർണ്ണമായിട്ടും പൊളിച്ചെഴുതണം. ഇതാണ് അതിൻ്റെ അകത്തെ ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത്. അതിനൊരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. അവിടുത്തെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഒരാളെ എടുക്കുന്നു, അതായത് ശ്രീകൃഷ്ണകുമാർ. അയാൾ കഴിഞ്ഞ 8-10 കൊല്ലം നോക്കുകയാണെങ്കിൽ എല്ലാ ഇലക്ഷനിലും മത്സരിക്കുക. പഞ്ചായത്ത് ഇലക്ഷൻ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ, പാൽ സൊസൈറ്റിയുടെ ഇലക്ഷൻ, പാർലമെൻറ്റ് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, നോർമലായിട്ട് ഈ ഫേസിൽ കണ്ടിന്യൂ ആയിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ ലോക്കൽ ലീഡറായിരിക്കും, അവിടെ BJP ഉണ്ടാക്കിയെടുത്ത കക്ഷിയാണ്. പക്ഷേ അയാൾക്ക് അവിടെ ജയിക്കാൻ കഴിയുന്നില്ല. അതായത് പാർലമെൻറ്റിലും നിയമസഭയിലും ജയിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചു, പഞ്ചായത്തിൽ ജയിച്ചു, സൊസൈറ്റിയിൽ ജയിച്ചു, ഇതല്ല ജയം. അതായത് പാർലമെൻറ്റിൽ ജയിക്കുക, നിയമസഭയിൽ ജയിക്കുക, അതാണൊരു പൊളിറ്റീഷ്യൻ്റെ ഏറ്റവും നല്ല കേപ്പബിലിറ്റി. അവർ ജയിക്കാൻ കഴിയും, അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ ഉണ്ടാക്കുക. അപ്പം ജനങ്ങൾ കാണുമ്പോൾ, അല്ല BJPക്കാർ കാണുമ്പോൾ അവർ തന്നെ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോവും. ഇയാൾ മാത്രമേ ഉള്ളൂ, വേറൊരു ഫേസ് അവിടെ ഇല്ലയോ? എന്തുകൊണ്ട് പുതിയ ജനറേഷൻ്റെ ഒരാളെ പിടിച്ച് അവിടെ നിർത്തിയില്ല? ഇഷ്ടം പോലെ BJPക്ക് അവിടെ ഫേസുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ കൃഷ്ണകുമാറിനെ മാത്രം എല്ലാ പ്രാവശ്യവും അവിടെ മത്സരിപ്പിക്കുന്നത്? അതായത് നിരന്തരമായിട്ട് തോക്കുവാൻ വേണ്ടിയാണോ മത്സരിപ്പിക്കുന്നത്? ചോദ്യങ്ങളുണ്ട്. പിന്നെ അവിടെ പല ക്രിസ്ത്യൻ ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു പോയിൻ്റുണ്ട്. പാലക്കാടുള്ള BJP അവിടെയുള്ള ക്രിസ്ത്യൻ പോപ്പുലേഷൻ, അത് 15,000 പേരേ ഉള്ളൂ അവിടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം 6,000-7,000 പേര് വോട്ടേഴ്സുണ്ട്. ഇവരുമായിട്ട് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അതൊരു വലിയ സംഭവമാണ്. നിങ്ങളിപ്പം മുനമ്പ ഇഷ്യൂ എടുക്കുകയാണെങ്കിലും മറ്റ് പ്രീണന ഇഷ്യൂ എടുക്കുകയാണെങ്കിലും അവിടെ മത്സരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയായ BJPയുടെ കേഡേഴ്സ് ഇവരുമായിട്ടുള്ള നിരന്തരമായ എലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ പല വിഷയങ്ങളിൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ ഏർപ്പെടണം. അത് വലിയ പ്രധാനമാണ്. അല്ലാതെ അവർ ക്രിസ്ത്യൻസാണ്, അവരോടത്തോട്ട് പോകേണ്ട, അതല്ല ഇവിടുത്തെ വരേണ്ട കാര്യം. അവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത് വളരെ വളരെ പ്രിസൈസായിട്ട് പറയാം. അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, അവിടെ SDPയും ജമാഅത്ത് ഇസ്ലാമി, അവിടെ മുസ്ലിം സംഘടനകളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗെല്ലാം ഒരുമിച്ചാണ് UDFൻ്റെ കൂടെ നിന്നത്. ഈ സമയത്ത് പൂർണ്ണമായിട്ടും അവരെ അവോയ്ഡ് ചെയ്തിട്ട് ഈ പറയുന്ന ഹിന്ദു വോട്ട്സും ക്രിസ്ത്യൻ വോട്ട്സും കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു.
അതാണ് ഇലക്ഷൻ മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ കംപ്ലീറ്റ് ആയിട്ട് പരാജയപ്പെട്ടു. ഇവർക്കെന്താ പണമില്ലായിരുന്നു, പണമുണ്ട്, സ്വാധീനം ഉണ്ടായിരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റി എത്രയോ വർഷം കൊണ്ട് അവർ ഭരിക്കുന്നു. ഒരു കാര്യം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റി ഫെയിലിയറാണ്. അല്ലെങ്കിൽ അവിടെ കൃഷ്ണകുമാറിന് ഇത്രമാത്രം വോട്ട് എങ്ങനെ പുറകിലോട്ട് പോകുന്നേ? സിമ്പിൾ ചോദ്യമാണ് ചോദിക്കുന്നത്. അത് ഇപ്പം എന്തോ കാര്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതേപോലെ BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് പൂർണ്ണമായിട്ടും അഴിച്ചു പണിയണം. എനിക്ക് തോന്നുന്നില്ല സുരേന്ദ്രനെ കൊണ്ട് 2026 ഇലക്ഷന് വരാൻ അദ്ദേഹത്തെ ലീഡർഷിപ്പിൽ നിർത്തിയിട്ട് 2026 ഇലക്ഷൻ വരാൻ പോകുന്ന സമയത്ത്, അതായത് അസംബ്ലി ഇലക്ഷനിൽ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല. അതായത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ അതിന് പ്രാപ്തമായ രീതിയിൽ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതേപോലെ നർച്ചർ ചെയ്ത് ചെറുപ്പക്കാരെ ഈ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലോട്ടും BJPയുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റിലോട്ടും കൊണ്ടുവരാൻ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും ഒരു സീറ്റ് പോലും 2026 നിങ്ങൾക്ക് നേടാൻ കഴിയില്ല, ഉറപ്പായിട്ടും നേടാൻ കഴിയില്ല. കാരണം കേരളത്തിൻ്റെ പൊളിറ്റിക്സ് അതാണ്. കേരളത്തിലെ ലെഫ്റ്റ്, അതേപോലെ തന്നെ UDF, അതിന് രണ്ട് ഘടകകക്ഷികളുണ്ട്. ഇവിടെ BJPയുടെ ഒറ്റയ്ക്കാണ് അധികവും മത്സരിക്കുന്നത്, ചെറിയ ചെറിയ ഘടകകക്ഷികളേ ഉള്ളൂ. അപ്പം ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്തുക, ഇതൊരു ടാസ്ക്കാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. പുതിയ നേതാക്കളെ കൊണ്ടുവന്ന തോറ്റു പഴകിയ നേതാക്കളെ വീണ്ടും പരീക്ഷിക്കരുത്. അതൊരു ഹിമാലയൻ ബ്ലണ്ടറാണ്. അവർക്ക് പ്രശ്നമുണ്ടോ, അവരെ മാറ്റുമ്പോൾ അവർ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ചെറുപ്പക്കാരെ കൊണ്ടുപോവാ. ഈ കൃഷ്ണകുമാറിനോട് പറയേണ്ടൊരു കാര്യം, വരാൻ പോകുന്ന 10 വർഷം ഇയാളെ എവിടെയും കാൻഡിഡേറ്റ് ആക്കരുത്. അവിടെ നിൽക്കുന്ന മറ്റുള്ള പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, മറ്റുള്ള ഇലക്ഷൻ വരുന്നു, ഓരോരുത്തരെയും അവിടെ കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കാനും വരാൻ പോകുന്ന നിയമസഭയിൽ ഇവരെ മത്സരിപ്പിക്കരുത്, മാറ്റി നിർത്തണം, പൂർണ്ണമായിട്ട് മാറ്റി നിർത്തണം. അവിടെ BJPക്കാർക്ക് മുഴുവൻ ഇയാളുമായിട്ട് ശത്രുതയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ വീണ്ടും അവിടെ കാൻഡിഡേറ്റായിട്ട് മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടുത്തെ റിസൾട്ട്? അതൊക്കെ അവിടുത്തെ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സുരേന്ദ്രനും കംപ്ലീറ്റ് ഫ്ലോപ്പ് ഷോയാണ്. കഴിഞ്ഞ 2024 പാർലമെൻറ്റിൽ പെർസെൻറ്റേജ് വോട്ട് പലയിടത്തും കൂടിയപ്പോൾ പാലക്കാട് കൂടിയില്ല. മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. അപ്പോൾ അതനുസരിച്ച് ഈ സുരേന്ദ്രൻ്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ കാണുന്നത്, എന്തുകൊണ്ടാണ് കേരളത്തിലെ BJPക്കകത്ത് ഇത്രമാത്രം സുരേന്ദ്രനെതിരെ പ്രശ്നമുള്ളത്? എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റ് പ്രസിഡന്റിനെതിരെ പ്രശ്നം കാണും. എന്താണ് വലിയൊരു വിഭാഗം അവിടുത്തെ അതിൻ്റെ പ്രവർത്തകരും നേതാക്കളും സുരേന്ദ്രനെതിരെ വളരെ മോശമായിട്ട് പറയുന്നത്? കാര്യം എന്തുവാ? റീസൺ എന്തുവാ? അതായത് സുരേന്ദ്രൻ ഇവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇവരൊക്കെ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, സുരേന്ദ്രൻ മറ്റുള്ള നേതാക്കളെ വളരാൻ സമ്മതിക്കുന്നില്ല. അത് സുരേന്ദ്രൻ സ്വയമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്തുകൊണ്ടാണ് താങ്കൾ മറ്റുള്ള നേതാക്കളെ ഈ പറയുന്ന നേതൃസ്ഥാനത്തോട്ട് കൊണ്ടുവരാത്തത്? താങ്കൾ ഭയന്നിട്ടാണോ, അതോ താങ്കളുടെ ചെറിയ ഈഗോയാണോ ഇതിൻ്റെ ഇഷ്യൂ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നല്ലത് തൽക്കാലത്തേക്ക് താങ്കൾ മാറി നിൽക്കണം, സുരേന്ദ്രൻ മാറി നിൽക്കണം, പുതിയ നേതാക്കൾ വരണം, അവരായിരിക്കണം BJPയെ നയിക്കേണ്ടത്. അല്ലാതെ സുരേന്ദ്രനെ വെച്ചുകൊണ്ട് 2026 ഇലക്ഷനിൽ പോവുകയാണെങ്കിൽ ഒരു സീറ്റ് പോലും അവർക്ക് ലഭിക്കാൻ സാധ്യതയില്ല. നേരത്തെ ഞാൻ പ്രിഡിക്ഷൻ ചെയ്തിരുന്നു, അതായത് 2020 പാർലമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം 15 16 ചിലപ്പോൾ 20 വരെ സീറ്റുകൾ BJPക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേപോലെ ഒരു നേതൃത്വം BJPക്ക് ഇല്ലാതെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പിടിപ്പുകേടാണ്. ഇതാണ് ഇതിനകത്ത് എനിക്ക് പറയുവാൻ കാരണം. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്, പക്ഷെ അത് സ്വീകരിക്കുവാൻ വേണ്ടി, അതായത് ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റും മൈക്രോ മാനേജ്മെൻറ്റും നടത്തി അതിനെ സക്സസ്ഫുള്ളായിട്ട് ജയിക്കുക അത് പ്രയാസമാണ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ഹാർഡ് വർക്കുണ്ട്. അതിനകത്ത് എല്ലാ ലീഡേഴ്സിനെയും ലോക്കൽ കേഡേഴ്സിനെയും പ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുപോകണം. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോൾ വയനാട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വളരെ മോശമായ പ്രകടനമാണ് ഞാൻ കാണുന്നത്. വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് കൂടി അതൊക്കെ 2ാം സ്ഥാനം 3ാം സ്ഥാനത്ത് പോകുന്നു. വളരെ മോശമായ കാരണം അവിടെ ഇലക്ഷൻ മാനേജ് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും പ്രവർത്തകരില്ലാതെ പോകുന്നു. അതിൻ്റെ കാരണം എന്താ? ഇപ്പം ഇവിടെയൊക്കെ സുരേന്ദ്രൻ്റെ ഫ്ലോപ്പ് ഷോയാണ് ഈ കാണിക്കുന്നത്. വെറും ഷോ അല്ല, വെറും കംപ്ലീറ്റ് ഫ്ലോപ്പാണ് ഈ കാണിക്കുന്നത്. അതാ പണത്തിന് കുറവുണ്ടോ? ഇല്ല, കുറവില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും പ്രവർത്തകരുടെ കുറവുണ്ടാകുന്നത്? ഒരു പ്രകടനം നയിക്കുന്നതല്ല ഇലക്ഷൻ മാനേജ്മെൻറ്റ്.
ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഗ്രൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എത്ര വീട്ടിൽ പോയി എത്ര വോട്ടേഴ്സ് ഉണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ ടാക്കിൾ ചെയ്ത് സർവേ എടുത്ത് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണം, അവരെ പറഞ്ഞു മനസ്സിലാക്കണം. അതാണ് ഇലക്ഷൻ ഫൈറ്റ് എന്ന് പറയുന്നത്. പല സീനിയർ ലീഡേഴ്സുമായിട്ടും ഡൽഹിയിൽ ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ ഫൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മൈക്രോ മാനേജ്മെൻറ്റ് പോകണം. അല്ലാതെ ഏതെങ്കിലും ഹോട്ടലിലിരുന്നോ ഒരു ഗസ്റ്റ് ഹൗസിലിരുന്നോ അത് പറയുന്നു ഇത് ചെയ്യണം ഇതൊന്നും അല്ല സംഭവം. അതിനകത്ത് എങ്ങനെയാണ് ഓരോ തലങ്ങളിലോട്ട് ഇത് പോയിട്ട് ആ മൈക്രോ മാനേജ്മെൻറ്റ് വർക്കൗട്ട് ചെയ്യുന്നത്, ഇലക്ഷൻ മാനേജ്മെൻറ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ കണ്ടുപിടിക്കേണ്ടത് പ്രധാനപ്പെട്ടത് CPM ആണ്, രണ്ടാമത് കോൺഗ്രസ് ആണ്. BJPക്ക് അത് ഇന്ന് വരെ കിട്ടിയിട്ടില്ല ആ സംഭവം എങ്ങനെ ചെയ്യാൻ സാധിക്കും. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ഈ പോയ മിഡ് ടൈം പോളിൽ ഇൻക്ലൂഡിങ് ചേലക്കരയൊക്കെ പരിതാപകരമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തുകൊണ്ടാണ് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നല്ല ലീഡേഴ്സിനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാത്തത്? ഇതൊക്കെ ചോദ്യമാണ്. ഇതൊക്കെ സുരേന്ദ്രൻ്റെ തലയിൽ തന്നെയാണ് പോകുന്നത്. അവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഏത് ഭാഗത്തും എവിടെയും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ അതിന് പറ്റിയ ഒരു കാൻഡിഡേറ്റിനെ അതിനെ പ്രൊപ്പല് ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഇലക്ഷൻ ഈ പാർട്ടി പ്രസിഡൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. അല്ലാതെ അയാൾക്ക് ഇഷ്ടമുള്ളൊരു ലോബിയും കുറച്ച് ആൾക്കാരെ മാത്രം അവർക്ക് വേണ്ടി മാത്രമാണ് പ്രസിഡൻ്റ് എന്ന ധാരണ മാറ്റണം. അങ്ങനെയല്ല ബേസിക്കലി ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് പെരുമാറുന്നത്. മനസ്സിലാക്കുക. മറ്റുള്ള എല്ലായിടത്തും ജയിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പരിതാപകരമായ തോൽവി ഏറ്റുവാങ്ങി BJP. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സുരേന്ദ്രനിൽ തന്നെയാണ്. അയാൾ മാറിക്കൊടുക്കണം. ഇത് തന്നെയാണ് ഈ വീഡിയോയിൽ പറയുവാനുള്ളത്.